നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ 3200 ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും, കൈകളിലും. ഇതോടൊപ്പം തന്നെ മാസങ്ങളോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അനുസരിച്ച് വിവിധ സാഹചര്യങ്ങളിൽ ആനുകൂല്യം പറ്റുന്നവർ ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ അനുവദിച്ചേക്കും എന്നാണ് പുറത്തു വരുന്നത്. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുതൽ ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ വിവിധ ഇന പെൻഷൻ വാങ്ങുന്നവരുടെ വാർഡ് തല പരിശോധനയും സജീവമാകുകയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് നൽകി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം എന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. അതിനാണ് സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് താമസിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ പരാതി. നിലവിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും പുതിയതായിട്ട് പെൻഷന് അപേക്ഷിക്കുന്ന ജനങ്ങളെയും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും. പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി അവർക്ക് അർഹതയുണ്ടോയെന്ന് പരിശോധിക്കാൻ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലും എത്തും. 2000 ഹയർ സ്പീഡിന് കൂടുതലുള്ള വീടുകൾ, 4 ചക്രമുള്ള വാഹനങ്ങൾ, ടാക്സി ആവശ്യങ്ങൾക്കല്ലാണ്ട് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 1500 cc മുകളിലുള്ള വാഹനങ്ങൾ, അതുപോലെ 2 ഏക്കർ സ്ഥലത്തിൽ കൂടുതലുള്ളവർ, വീട്ടിൽ AC ഉള്ളവർ ഒക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് നീക്കം. അർദ്ധ സർക്കാർ പെൻഷൻ പറ്റുന്ന ആളുകൾ, 1 ലക്ഷം രൂപയിലും മാസവരുമാനം കൂടുതലുള്ള ആൾക്കാർ എന്നിവർ ക്ഷേമ പെൻഷനിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്താകും. ഇത് 2025 ഈ നടപടികൾ ആരംഭിക്കുക. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം ആരംഭിക്കുകയാണ്. ആനുകൂല്യങ്ങൾ മരവിക്കരുത് എന്നാണ് ജീവനക്കാരുടെ ആവശ്യം. സർക്കാരിനെതിരെ ടീച്ചർ ഓട്ടോമേഷൻ പരാതി സമർപ്പിച്ചു. 6 ഗഡുക്കളായി 19% ക്ഷേമബത്തെയാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഇത്തരം പെൻഷൻ അറിവുകൾക്ക് വേണ്ടി തന്നെ ചാനൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആണ് എനിക്ക് ആവശ്യം. മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.